നിന്റെ ജീവിതം ഒരു വലിയ യാത്രയാണ്, അവസരങ്ങളുടെ ഒരു സമുദ്രം. പക്ഷേ ഈ അവസരങ്ങൾ നിന്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കില്ല. അവയെ തേടിയിറങ്ങണം, പിടിച്ചെടുക്കണം, സ്വന്തമാക്കണം. ആചാര്യ ചാണക്യന്റെ ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. വിജയം കാത്തിരിക്കുന്നവന്റെ കയ്യിലേക്ക് വരികയില്ല, അത് തേടുന്നവന്റെ കാൽപാദങ്ങളിലാണ് വീഴുന്നത്. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് 7 അതിശക്തവും അമൂല്യവുമായ തത്വങ്ങളാണ്. ഇവ നിങ്ങളുടെ മനസ്സിനെ ഉണർത്തും, ഹൃദയത്തെ സ്പർശിക്കും, ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കും. ഒന്നാമത്തെ തത്വം അജ്ഞതയെ സഖ്യമാക്കുക എന്നതാണ്. അനിശ്ചിതത്വം ജ്ഞാനിയുടെ സുഹൃത്താണ്. അവ്യക്തതയിൽ ഭയപ്പെടാതെ അതിനെ അവസരങ്ങളുടെ കനിയായി കാണുക. ജീവിതം ഒരു നിഗൂഢതയാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയുകയില്ല. പക്ഷേ ആചാര്യ ചാണക്യന്റെ ജ്ഞാനം നമ്മോട് പറയുന്നു, ഈ അനിശ്ചിതത്വത്തെ ഭയക്കേണ്ട, അതിനെ സ്വീകരിക്കുക. എന്തുകൊണ്ട് സ്വീകരിക്കണം? കാരണം അനിശ്ചിതത്വത്തിന്റെ മറവിൽ പുതിയ പാതകൾ, പുതിയ സാധ്യതകൾ, പുതിയ അവസരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം ഓർക്കുക, എല്ലാം അവ്യക്തമായിരുന്ന, എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന ഒരു സന്ദർഭം. നീ എന്താണ് ചെയ്തത്? ഭയന്ന് പിന്മാറിയോ, അതോ ഒരു ചുവട് വെച്ചോ? ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു, ധൈര്യമുള്ളവർ അനിശ്ചിതത്വത്തെ മുതലാക്കി വിജയം കൊയ്തു എന്ന്. ഇന്നൊരു ചോദ്യം, നിന്റെ മുന്നിൽ ഇപ്പോൾ ഒരവ്യക്തമായ പാത ഉണ്ടെങ്കിൽ അതിനെ ഒരു സാഹസിക യാത്രയായി കാണാൻ നിനക്ക് കഴിയുമോ? ഒരു ചെറിയ ചുവട് വയ്ക്കാൻ ധൈര്യം കാണിക്കൂ. അവിടെ അവസരങ്ങളുടെ ഒരു ലോകം നിന്നെ കാത്തിരിക്കുന്നു. രണ്ടാമത്തെ തത്വം ക്ഷുദ്രപഥ വിന്യാസം. വിശാലമായ യാത്രകൾ ഒരു ചെറിയ ചുവടിൽ തുടങ്ങുന്നു. ഓരോ ദിനവും ഒരു ചെറുകർമ്മം ചെയ്യുക, അത് നിന്നെ വിജയപഥത്തിലേക്ക് നയിക്കും. നിന്റെ സ്വപ്നങ്ങൾ വലുതാണല്ലേ? ഒരു വലിയ ലക്ഷ്യം, ഒരു പുതിയ ജോലി, ഒരു സംരംഭം, ഒരു കഴിവ്. പക്ഷെ ആ വലിയ ലക്ഷ്യം നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടോ? ചാണക്യന്റെ ജ്ഞാനം പറയുന്നു, വലിയ ലക്ഷ്യങ്ങൾ ചെറിയ ചുവടുകളിലൂടെയാണ് നേടുന്നത്. ഒരു ഉദാഹരണം, ഒരു എഴുത്തുകാരനാകണമെന്ന് നീ ആഗ്രഹിക്കുന്നു, ഒരു പുസ്തകം എഴുതണം. പക്ഷേ ആദ്യം എന്തു ചെയ്യും? ഒരു ദിവസം 100 വാക്കുകൾ എഴുതുക, 5 മിനിറ്റ് മാത്രം. ഒരു വർഷം കൊണ്ട് 36,000 വാക്കുകൾ. ഒരു പുസ്തകത്തിന്റെ തുടക്കം. ഈ ചെറിയ ചുവടുകൾ നിന്റെ ലക്ഷ്യത്തെ സമീപമാക്കും. നിന്റെ ജീവിതത്തിൽ ഇന്നൊരു ചെറിയ കർമ്മം എന്താണ്? 5 മിനിറ്റ് ഒരു പുതിയ കഴിവ് പഠിക്കാൻ, ഒരു ഇമെയിൽ അയക്കാൻ, അല്ലെങ്കിൽ ഒരാശയം എഴുതാൻ ചെലവഴിക്കൂ. ആ ചെറിയ ചുവട് നിന്റെ വിജയത്തിന്റെ ആദ്യത്തെ കല്ലാണ്. മൂന്നാമത്തെ തത്വം ശരീരമനസ്സിന്റെ ശക്തിവർദ്ധനം. നിന്റെ ശരീരവും മനസ്സും ഒരു യോദ്ധാവിന്റെ ആയുധമാണ്. ഉറക്കം, ആഹാരം, ധ്യാനം എന്നിവയാൽ അവയെ മൂർച്ച കൂട്ടുക. ശക്തമായ മനസ്സ് അവസരങ്ങൾ സൃഷ്ടിക്കും. നിന്റെ ശരീരവും മനസ്സും നിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ചാണക്യൻ പറഞ്ഞു, ഒരു യോദ്ധാവ് തന്റെ ആയുധം മിനുക്കുന്നത് പോലെ നീ നിന്റെ ശരീര മനസ്സുകളെ മിനുക്കണം. ക്ഷീണിച്ച മനസ്സോ ദുർബലമായ ശരീരമോ ഉള്ളവന് അവസരങ്ങൾ കാണാൻ കഴിയുകയില്ല. നിന്റെ ദിനചര്യ ഒന്ന് ശ്രദ്ധിക്കൂ. 7-8 മണിക്കൂർ ഉറക്കം ലഭിക്കുന്നുണ്ടോ? ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? 10 മിനിറ്റ് ധ്യാനം അല്ലെങ്കിൽ ഒരു ചെറിയ നടത്തം, ഇവ നിന്റെ ഊർജം ഇരട്ടിപ്പിക്കും. ഒരു ഉദാഹരണം, ഒരു വ്യവസായി തന്റെ ദിവസം 5 മിനിറ്റ് ശ്വാസോച്ഛ്വാസ വ്യായാമത്തോടെ തുടങ്ങി. ഫലം, അവന്റെ തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തവും ഫലപ്രദവുമായി. ഇന്നൊരു ചെറിയ മാറ്റം വരുത്തൂ. 5 മിനിറ്റ് ധ്യാനിക്കുക, 1 ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ 10 മിനിറ്റ് നടക്കുക. നിന്റെ ശരീര മനസ്സുകൾ ശക്തമാകുമ്പോൾ അവസരങ്ങൾ നിന്നെ തേടി വരും. നാലാമത്തെ തത്വം സമഗ്രദൃഷ്ടി. ഒറ്റപ്പെട്ട ഫലം തേടാതെ അവസരങ്ങൾ ജനിപ്പിക്കുന്ന വ്യവസ്ഥകൾ നിർമ്മിക്കുക. നിന്റെ ബുദ്ധിയും ബന്ധങ്ങളും ഒരു ജാലമായി വിന്യസിക്കുക. ചാണക്യൻ ഒരു സാമ്രാജ്യം നിർമ്മിച്ചത് ഒറ്റപ്പെട്ട വിജയങ്ങൾക്ക് വേണ്ടിയല്ല, ഒരു വ്യവസ്ഥയിലൂടെയാണ്. നീയും അങ്ങനെ ചിന്തിക്കണം. ഒരു ജോലി, ഒരു പ്രൊജക്റ്റ്, ഒരു അവസരം, ഇവയ്ക്ക് പിന്നാലെ പോകുന്നതിനു പകരം അവസരങ്ങൾ തുടർച്ചയായി വരുന്ന ഒരു സിസ്റ്റം നിർമ്മിക്കുക. ഉദാഹരണത്തിന്, നിന്റെ മേഖലയിൽ ഒരു വ്യക്തിഗത ബ്രാൻഡ് സൃഷ്ടിക്കുക. ഒരു ബ്ലോഗ്, ഒരു സോഷ്യൽ മീഡിയ സാന്നിധ്യം, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക്. ഒരു യുവ സംരംഭകൻ തന്റെ ബിസിനസ് ആശയങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചു. ഫലം, അവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ നിരവധി പങ്കാളികൾ അവനെ തേടി വന്നു. നിന്റെ സിസ്റ്റം എന്താണ്? ഒരു ആശയം എഴുതുക, ഒരു വ്യക്തിയെ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് പഠിക്കുക. ഈ ചെറിയ കെട്ടിടശിലകൾ നിന്റെ അവസരങ്ങളുടെ കോട്ടയാകും.
അഞ്ചാമത്തെ തത്വം അനിശ്ചിതത്വത്തിന്റെ സൗന്ദര്യം. ഉത്തരമില്ലാത്ത നിമിഷങ്ങളിൽ ശാന്തനാവുക. അനിശ്ചിതത്വത്തിന്റെ നിശബ്ദതയിൽ നിന്റെ ഉള്ളിലെ സർഗാത്മകത ഉണരും. എല്ലാം വ്യക്തമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ ചാണക്യന്റെ ജ്ഞാനം പറയുന്നു, ഉത്തരമില്ലാത്ത നിമിഷങ്ങൾ നിന്റെ ഏറ്റവും വലിയ അവസരമാണ്. എന്തുകൊണ്ട്? കാരണം അനിശ്ചിതത്വം നിന്റെ ഉള്ളിലെ സർഗാത്മകതയെ ഉണർത്തുന്നു. ഒരു കലാകാരനെ ഓർക്കുക, ഒരു ശൂന്യമായ ക്യാൻവാസിന് മുന്നിൽ നിൽക്കുന്നു. ആ ശൂന്യത ഭയപ്പെടുത്തുന്നതാണ്, പക്ഷേ അവിടെ നിന്നാണ് മനോഹരമായ കല ജനിക്കുന്നത്. നിന്റെ ജീവിതവും അങ്ങനെയാണ്. അനിശ്ചിതത്വത്തിൽ ശാന്തനാകൂ. ഒരു പുതിയ ആശയം, ഒരു പുതിയ പാത, അവ നിന്റെ ഉള്ളിൽ ജനിക്കാൻ കാത്തിരിക്കുന്നു. ഇന്നൊരു നിമിഷം നിർത്തുക, ഒരു ആഴമേറിയ ശ്വാസമെടുക്കുക. ഒരു ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ അതിനെ ഒരു സാധ്യതയായി കാണൂ. നിന്റെ സർഗാത്മകത അവിടെ ഉണരും. ആറാമത്തെ തത്വം വിവിധ പദ സഞ്ചാരം. ഒരു പാതയിൽ മാത്രം യാത്ര ചെയ്യാതെ വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുക. ഒരു വിത്ത് പാഴാകുമ്പോൾ മറ്റൊന്ന് ഫലം നൽകും. ചാണക്യൻ പറഞ്ഞു, ഒരു യോദ്ധാവ് ഒരായുധത്തിൽ മാത്രം ആശ്രയിക്കുകയില്ല. നിന്റെ ജീവിതവും അങ്ങനെയാണ്. ഒരു ജോലി, ഒരാശയം, ഒരവസരം, ഇവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. വിവിധ പാതകൾ പരീക്ഷിക്കുക. ഒരു യുവ പ്രൊഫഷണലിനെ ഓർക്കുക. അവനൊരു ജോലിക്ക് അപേക്ഷിക്കുന്നതിനൊപ്പം ഒരു സൈഡ് ബിസിനസ് തുടങ്ങി. ഒരു പുതിയ കഴിവ് പഠിച്ചു. ഒരു വഴി പരാജയപ്പെട്ടപ്പോൾ മറ്റൊന്ന് അവനെ വിജയത്തിലേക്ക് നയിച്ചു. നിന്റെ ജീവിതത്തിൽ എന്താണ് നിന്റെ രണ്ടാമത്തെ വഴി? ഒരു പുതിയ ഹോബി, ഒരു പുതിയ കോഴ്സ്, അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം. ഇന്നൊരു പുതിയ വിത്ത് നടൂ. അത് നിന്റെ ഭാവിയെ മാറ്റിമറിക്കും. ഏഴാമത്തെ തത്വം ത്യാഗത്തിന്റെ ആനന്ദം. അനാവശ്യമായവ ഉപേക്ഷിക്കാൻ ധൈര്യം കാണിക്കുക. നിന്റെ ലക്ഷ്യത്തിന് വിലയില്ലാത്തവ ഒഴിവാക്കുമ്പോൾ യഥാർത്ഥ അവസരങ്ങൾ തെളിയും. നമ്മൾ പലപ്പോഴും എല്ലാം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ഓരോ അവസരവും, ഓരോ ബന്ധവും, ഓരോ ആഗ്രഹവും. പക്ഷേ ചാണക്യന്റെ ജ്ഞാനം പറയുന്നു, നിന്റെ ലക്ഷ്യത്തിന് വിലയില്ലാത്തവ ഉപേക്ഷിക്കുമ്പോൾ നിന്റെ പാത വ്യക്തമാകുമെന്ന്. ഒരു യാത്രക്കാരനെ ഓർക്കുക. ഒരു ഭാരമേറിയ ബാഗുമായി നടക്കുന്നു. അവൻ അനാവശ്യ വസ്തുക്കൾ ഉപേക്ഷിച്ചപ്പോൾ യാത്ര എളുപ്പമായി. നിന്റെ ജീവിതവും അങ്ങനെയാണ്. നിന്റെ ലക്ഷ്യത്തിന് പ്രാധാന്യമില്ലാത്ത ഒരു ശീലം, ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു ഭയം, അവയെ ഉപേക്ഷിക്കാൻ ധൈര്യം കാണിക്കൂ. ഇന്നൊരു ചോദ്യം, നിന്റെ ജീവിതത്തിൽ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? ഒരു നിമിഷം ചിന്തിക്കൂ. ആ ത്യാഗം നിന്റെ യഥാർത്ഥ അവസരങ്ങളെ തെളിച്ചു കൊണ്ടുവരും. നിന്റെ ജീവിതം ഒരു സമുദ്രമാണ്. അവസരങ്ങൾ അതിൻ്റെ തിരമാലകളാണ്. ആചാര്യ ചാണക്യന്റെ 7 തത്വങ്ങൾ. അജ്ഞതയെ സ്വീകരിക്കുക, ചെറിയ ചുവടുകൾ വയ്ക്കുക, ശരീര മനസ്സുകളെ ശക്തിപ്പെടുത്തുക, ഒരു വ്യവസ്ഥ നിർമ്മിക്കുക, അനിശ്ചിതത്വത്തിൽ ശാന്തനാകുക, വിവിധ പാതകൾ പരീക്ഷിക്കുക, അനാവശ്യമായവ ഉപേക്ഷിക്കുക. ഇവ നിന്റെ കപ്പലിന് കാറ്റാകും. ഇന്നൊരു ചുവട് വയ്ക്കൂ. ഒരു ചെറിയ കർമ്മം, ഒരു പുതിയ ആശയം, ഒരു ധൈര്യം നിന്റെ ഉള്ളിലെ യോദ്ധാവിനെ ഉണർത്തൂ. അവസരങ്ങൾ തേടിയിറങ്ങൂ, കാരണം വിജയം നിന്റെ കാലടികൾക്ക് കീഴിലാണ്. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.